തൊടുപുഴ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 136 അടി ആകുമ്പോൾ ഷട്ടറുകൾ തുറക്കുമെന്ന് തമിഴ്നാട് ജലസേചന വകുപ്പ് അറിയിച്ച സാഹചര്യത്തിൽ ഇടുക്കി ജില്ലാ ഭരണകൂടം മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കി. പെരിയാർ, ഉപ്പുതറ, ഏലപ്പാറ, അയ്യപ്പൻകോവിൽ, കഞ്ചിയാർ, ആനവിലാസം എന്നിവിടങ്ങളിൽ 883 കുടുംബങ്ങളെ 3220 പേരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. ഇന്നലെ രാത്രി 8 മണിക്ക് മുൻപ് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ ജില്ലാ കളക്ടർ പറഞ്ഞതിനെ തുടർന്ന് പോലീസ് അധികാരികൾ നിർദ്ദേശം നൽകിയിരുന്നു. ഇവർക്കായി 20ലധികം ക്യാമ്പുകൾ ഒരുക്കിയതായും കളക്ടർ അറിയിച്ചിരുന്നു. ഷട്ടറുകൾ തുറക്കേണ്ട സാഹചര്യമുണ്ടായാൽ പകൽ സമയത്ത് മാത്രമേ ആകാവൂ എന്ന് തമിഴ്നാട് അഭ്യർത്ഥിക്കുകയും ചെയ്തതായി കളക്ടർ അറിയിച്ചു. ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ ജില്ലാ ഭരണകൂടം തയ്യാറാണെന്ന്. വെള്ളിയാഴ്ച 4 മണിവരെ ജലനിരപ്പ് 135.25 ആണ്. റവന്യൂ പോലീസ് അധികാരികളുടെ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും കളക്ടർ അറിയിച്ചു. ജില്ലയിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇടുക്കി ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ജില്ലയിലെ ജലാശയങ്ങൾ ബോട്ടിംഗ്, റാഫ്റ്റിംഗ്, കുട്ടവഞ്ചി സവാരി എന്നിവ ജലവിനോദങ്ങളും മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മലയോര മേഖലകളിലെ ട്രക്കിംഗും ഇന്ന് നിരോധിച്ചതായി അറിയിപ്പുണ്ടായിട്ടുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്നുണ്ട്. അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. അതിനാൽ ഉരുൾപൊട്ടൽ ഉണ്ടാകാനും സാധ്യതകൾ ഉള്ള സ്ഥലങ്ങളിൽ നിന്നും പലരെയും മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്.